ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ആത്മീയ ഗുരുവായ ആത്മീയാചാര്യനായിരുന്ന സ്വാമി വിവേകാനന്ദന്റെ ജന്മസ്ഥലവും അദ്ദേഹം ചിലവഴിച്ച ഭവനവും ആണ് നമ്മൾ ഇന്ന് സന്ദർശിക്കാൻ പോകുന്നത്. 1863 ജനുവരി 12 കൊൽക്കത്തയിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. അച്ഛൻ വിശ്വനാഥ ദത്ത പ്രമുഖനായ ഒരു അഭിഭാഷകനും അമ്മ ഭുവനേശ്വരി ദേവി ആത്മീയ വിശ്വാസിയുമായിരുന്നു. മികച്ച വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ചെറുപ്പകാലത്ത് സംഗീതത്തിലും കായിക വിനോദങ്ങളിലും മിടുക്കനും അതിബുദ്ധിമാനുമായിരുന്നു. അങ്ങനെ കോമളനായി വളർന്നു വന്ന ബാല്യകാലവും ആദ്യകാല ജീവിതവും അദ്ദേഹത്തിന്റെ വളരെ വികൃതിയും കാരുണ്യവും നിറഞ്ഞതുമായിരുന്നു. കുട്ടിക്കാലത്ത് അതീവ ചടുലനും വികൃതിയുമായ ഒരു കുട്ടിയായിരുന്നു നരേന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ ദരിദ്രരോട് ഉള്ള അനുകമ്പയും വളരെ ചോദ്യങ്ങളും സംശയങ്ങളും നിറഞ്ഞ കുട്ടിക്കാലവും വളരെ പ്രശസ്തമായ കാര്യങ്ങളാണ്. യുക്തിസഹമായി ചിന്തിക്കാനും എല്ലാ കാര്യങ്ങളിലൂടെയും പിന്നിലെ സത്യം അറിയാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇത് പിന്നീട് അദ്ദേഹത്തെ ഈശ്വരനെ കുറിച്ചുള്ള ആഴമായ അന്വേഷണത്തിലേക്ക് നയിച്ചു. ആത്മീയതയുടെ തുടക്കം ചെറുപ്പകാലം മുതൽക്കേ ധ്യാനത്തിലും ആത്മീയ കാര്യങ്ങളിലും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇവിടെ ഇന്നും കൽക്കട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം, അത് പുതുക്കിയ കെട്ടിടമാണ് നമ്മൾ കാണുന്നത്. എങ്കിലും പഴയ സ്ഥലങ്ങൾ അതേപടി അവിടെ പരിപാലിച്ചു. അതിനുള്ളിലേക്ക് നമുക്ക് കടന്ന് അദ്ദേഹത്തിന്റെ ജനിച്ചു വീണ ആ സ്ഥലം മുറി മുഴുവൻ, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ചെലവഴിച്ച ആ ഒരു സ്ഥലം നമുക്ക് ഇവിടെ മുഴുവനായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ആത്മീയ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുമായിട്ട് സമ്പർക്കവും അതിനുശേഷം അദ്ദേഹം സമാധി ആയ സ്ഥലവും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വീഡിയോ മുന്നോട്ട് കാണുക. വ്യക്തമായ ഈ കെട്ടിടം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം ചെലവഴിച്ച ഈ കെട്ടിടം, അതിന് ചേർന്ന് തന്നെ റോഡിന്റെ മറുവശത്ത് വിവേകാനന്ദന്റെ പേരിലുള്ള ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നടന്നു വരുന്നു. അവിടെ കമ്പ്യൂട്ടർ പരിശീലനവും മറ്റ് ഡ്രോയിങ് പരിശീലനം അതുപോലുള്ള കലാപരമായ കാര്യങ്ങളിലുള്ള കോഴ്സുകൾ ഇവിടെ നടത്തുന്നു. അത് വളരെ വിശാലമായ കെട്ടിടങ്ങൾ അവിടെ ഉണ്ട്. അത് വളരെ വളരെ ശാന്തമായ അന്തരീക്ഷം. അവിടെ ചെന്നപ്പോൾ അവിടെ ഗേറ്റ്മാൻ ഉണ്ടായിരുന്നു. ചെരുപ്പ് വെളിയിൽ വെച്ച് അകത്തേക്ക് കടന്നു. ഇവിടെ വിശേഷണ ശിവന്റെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. ശിവലിംഗം. ഈ പഴയ രീതിയിലുള്ള ആ ഒരു ഫ്ലോറിംഗ് ഒക്കെ അതുപോലെ പരിപാലിച്ചിട്ടുണ്ട്. റെഡ് ഓക്സൈഡ് ആണ്, നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുമ്പോൾ ഫ്ലോറിംഗ് ആണ്. പുതിയ സ്ട്രക്ചറും ഈ സൈഡിൽ തന്നെ കാണാം. ഈ കാണുന്ന കയറി വരുന്ന ഈ സ്ഥലം, ഇത് ഒരു പുതിയ സ്ട്രക്ചറായിട്ട് തന്നെ എനിക്ക് തോന്നിച്ചു. അത് ആധുനിക രീതിയിൽ ഉണ്ടാക്കിയ നിർമ്മിതിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് സ്വാമി വിവേകാനന്ദ. അതിന് മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ആ പരിപാവനമായ ജനിച്ചു വീണ മുറി നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ പതുങ്ങിയ ശബ്ദത്തിൽ നമുക്ക് ഒരു ഇൻഡോർ സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ ശാന്തമായ അന്തരീക്ഷം, ഒരു ആൾ ചുമയ്ക്കുന്ന ശബ്ദം പോലും നമുക്ക് കേൾക്കില്ല. അതായത് നമ്മൾ നടന്നു വരുന്ന സൗണ്ട് പോലും കേൾക്കില്ല. അത്ര നല്ല മൃദുലമായ നല്ല ഫ്ലോറിംഗ് ഉള്ള സ്ഥലം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അതിവിശിഷ്ടമായ ആ മുറിയുടെ അടുത്തെത്തി. അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ജനലുകളും കഥകളും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് അകത്തോട്ട് നോക്കിയപ്പോൾ കണ്ടു ആ പടങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. മുറിയിലൊരു ഫാനും കറങ്ങുന്നുണ്ട്. നന്നായിട്ട് അവിടെ പരിപാലിച്ചിരിക്കുന്നു. അവിടെ ആർക്കും പ്രവേശനമില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ സന്യാസിമാർ മാത്രമായിരിക്കും അവിടെ പ്രവേശിക്കുക. ഈ മുറി അതുപോലെ വളരെ പരിപാവനമായി അവിടെ ഒരു പീഠം കാണുന്നുണ്ട്. ഈ മുറിയിലാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചു വീണത്. അത് ഇവിടെ സ്വാമി വിവേകാനന്ദന്റെ കൂടാതെ ശാരദാദേവി, രാമകൃഷ്ണ പരമഹംസരുടെ പത്നിയായിരുന്ന ശാരദാദേവി,
ഇവരുടെ മൂവരുടെയും ചിത്രങ്ങൾ വെച്ചു. അവിടെ നിന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു ഇറങ്ങി. അതിനടുത്തു തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഇതായിട്ട് പണി കഴിപ്പിച്ച, അദ്ദേഹം ചെലവഴിച്ച ചില സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അദ്ദേഹവും സ്വാമി വിവേകാനന്ദൻ ചെലവഴിച്ചിരുന്ന സ്ഥലങ്ങൾ. ഇവിടെ ശാന്തമായി വന്നിരുന്ന ആൾക്കാർക്ക് അവിടെ കയറിയിരുന്ന് കുറച്ചു സമയം ചെലവഴിച്ചിട്ട് പോകാവുന്ന ഒരു വലിയ ഹോളാണ്. അതുപോലെ സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പേരിൽ അവിടെ പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതാണ്. ശ്രീരാമകൃഷ്ണ മന്ദിരം രാമകൃഷ്ണ മഞ്ച് എന്നറിയപ്പെടുന്ന ഈ ഒരു ഹോള്, ഇവിടെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം എല്ലാവർക്കും ലഭിക്കും. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ, ഇതിനകത്ത് വന്നിരുന്ന് വളരെ സമയം ചെലവഴിച്ചാൽ നമുക്ക് ശാന്തമായ ഒരു മനസ്സോടുകൂടി തിരിച്ചു പോകാമെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ളവരാണ് ഇതിന്റെ ശിലാസ്ഥാപനമൊക്കെ നിർവഹിച്ച് ഇത് തുടങ്ങിയത്. കൂടുതലും കുറച്ച് പ്രായാധിക്യമുള്ളവരാണ് അവിടേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിച്ചത്. കാരണം അവരൊക്കെ ഈവനിങ് ഒരു ഏകദേശം വൈകുന്ന സമയമാണ്. ആ ഒരു സമയത്ത് അവർ നടപ്പുമൊക്കെ കഴിഞ്ഞ് നഗര ഭാഗത്തുള്ള ആൾക്കാർ അതിനകത്ത് വന്നിരിക്കുന്ന പതിവുണ്ട്. അപ്പോൾ അവിടെ കസേരകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു. വളരെ ശാന്തമായ അന്തരീക്ഷം. അവിടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന ശാരദാദേവിയുടെയും സ്വാമി വിവേകാനന്ദയും മറ്റ് ഋഷിശ്രേഷ്ഠന്മാരുടെയും ഒക്കെ പടങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചു സമയം ഞങ്ങളും ചെലവഴിച്ചു. എന്തായാലും വളരെ ഭക്തിനിർഭരമായ ശാന്തമായ അന്തരീക്ഷം. അവിടെ നിന്ന് ഒരു എനർജി നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജി. ഞാൻ അടുത്ത് നിന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു. പതിവായി വരുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും മനഃശാന്തിയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് ലഭിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ധാരാളം വയോജനങ്ങളായിട്ടുള്ള, അതായത് പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. 6 മണി കഴിഞ്ഞിരിക്കുന്നു, സന്ധ്യയോട് അടുക്കുന്നു. ഇനി ഞങ്ങൾ പോകുന്നത് ഈ കൽക്കട്ട നഗരത്തിനോട് ചേർന്ന് ഒഴുകുന്ന ഹൂഗ്ലി നദിയുടെ മറുകരയിൽ സ്ഥിതി ചെയ്യുന്ന വേലൂർ മഠത്തിലേക്കാണ്. അവിടെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ച് സ്വാമി വിവേകാനന്ദൻ തന്റെ ആത്മീയ ജീവിതം തുടർന്നു കൊണ്ടുപോയതും സമാധിയായതും.